കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കരുണ കാണിക്കാനുള്ള ഒരു കഴിവാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പരസ്പരം കരുണ കാട്ടാനുള്ള മനസ്സാണ്. അത് സന്യസ്തരുടെ ജീവിതത്തിലും ഇത് തന്നെ, മെത്രാന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയായിരിക്കുക. കാരണം എന്താണ്? നമ്മളാരും പൂർണ്ണരല്ല. അതുകൊണ്ട് അപൂർണതകളാണ് നമുക്ക് ചുറ്റും. അപൂർണതകളെ കരുണയോടെ കാണാനുള്ള കഴിവാണ് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും പൂർണ്ണത പ്രതീക്ഷിക്കുകയാണ്. അവർ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറിയിരിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കണം, എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. നമുക്ക് നമ്മുടെ പിള്ളേരെ കുറിച്ച് അതാണ് പ്രതീക്ഷ, ജീവിത പങ്കാളിയെക്കുറിച്ച് അതാണ് പ്രതീക്ഷ, മാതാപിതാക്കളെ കുറിച്ച് അതാണ് പ്രതീക്ഷ, പള്ളിയിലെ വികാരിച്ചിനെ കുറിച്ചും അതാണ് പ്രതീക്ഷ. അങ്ങനെ എല്ലാവരെ കുറിച്ചും നമുക്ക് അവരെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം എന്നുള്ള വലിയ നിർബന്ധക്കാരാണ്. പക്ഷെ വല്ലതും നടക്കുമോ? ഇല്ല. കാരണം എന്താ? നമ്മളിലെല്ലാം അപൂർണതകൾ ഒത്തിരിയുണ്ട്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ബലഹീനതകളിലാണ് എൻ്റെ ശക്തി, അല്ലാതെ കരുത്തിലല്ല, ബലഹീനതകളിലാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തൻ്റെ കുറവുകളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? നിനക്കെൻ്റെ കൃപ മാത്രം മതി, നീ നല്ല ധൈര്യമായിട്ടിരുന്നു. ബലഹീനതകളുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃപയിൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കരുണയാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. പാപിനിയായ സ്ത്രീ, അവൾ ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൾക്ക് പ്രതീക്ഷകളൊന്നുമില്ല, ജീവിക്കാമെന്നൊരു പ്രതീക്ഷ തന്നെയില്ല. കാരണം എന്താ? അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീ മാത്രമേ പിടിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്ന ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ, ഒരു പുരുഷൻ വേണമല്ലോ കൂടെ. പക്ഷെ പുരുഷന്മാരൊന്നും പിടിക്കപ്പെടുകയല്ല, സ്ത്രീകൾ മാത്രമേ പിടിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ കരുണ കിട്ടാൻ ഒരു മാർഗവും ഇല്ലാതെ ഈ പാവപ്പെട്ട സ്ത്രീ, അതോ ഇവളെ ഓടിച്ചോണ്ട് വരുന്നത്, ഇവളെ കൊണ്ടുവരുന്നത് ആരാണ്? ഒരു പറ്റം പുരുഷന്മാരാണ് ഓടിച്ചോണ്ട് വരുന്നത് ഇവളെ. എന്നിട്ട് ഗുരുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിത്തേ, ഇവള് പാവം ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് പറ. ശരിക്കും അവര് കർത്താവിനോട് അല്പം ക്രൂരത കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇവളെയും കൊണ്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അവർക്കറിയാം കർത്താവിന്റെ അടുത്ത് കൊണ്ടുചെന്നാൽ കർത്താവ് അവളെ വെറുതെ വിട്ടേക്കാൻ പറയും. അപ്പോ യഹൂദ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് കർത്താവിനെ കൂടെ വേണമെങ്കിൽ കല്ലെറിയാം. ഏതായാലും കല്ല് റെഡിയാ, കല്ല് സ്റ്റോക്കുണ്ട്, അത് വെറുതെ കളയണ്ട, രണ്ടുപേരെ ഒറ്റയടി എറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആവേശത്തിൽ കല്ലുകളുമായിട്ട് ഈ മനുഷ്യരെല്ലാം വരികയാണ്. കർത്താവാണെങ്കിൽ ഇവരെ കണ്ടപാടെ നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുത്ത് കർത്താവ് ആകപ്പാടെ എഴുതിയെന്ന് പറഞ്ഞതെല്ലാം നിലത്തായിപ്പോയി, അതെല്ലാം മാഞ്ഞുപോയി. പിന്നെ കർത്താവിനെ കുറിച്ച് എഴുതപ്പെട്ടതാണ്, അത് പുസ്തകവും പേജും കണക്കിനുണ്ട്. അങ്ങനെ കുറേ നേരമായിട്ടും കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് വേറെ ആൾക്കാരെ ഇനി എറിയാനുള്ളതാ. കാരണം ഏറ് കൊട്ടേഷൻ പിടിച്ച പാർട്ടികളാണ് ഇവരെ. എറിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാ അല്ലേ, എറിയ. പണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെല്ലാം ആവേശം കൊള്ളിക്കാൻ പിള്ളേരെ കൊണ്ട് കല്ലെടുത്ത് എറിയിക്കും. ആർക്കിട്ട് എറിയിക്കുന്നത്? അവരുടെ വീടിനിട്ടാണോ? അല്ല, ബസ്സിനിട്ട് എറിയുക, പൊതു സ്ഥലങ്ങൾക്കിട്ടല്ല, എറിഞ്ഞ് തകർക്കുക. അതൊരു ഭയങ്കര ആവേശമാണ്. അപ്പൊ എറിയുക, നശിപ്പിക്കുക, കൊല്ലുക എന്നൊക്കെ പറയുന്നതിന് അതൊരു ഭയങ്കര ആവേശമുണ്ട്. അങ്ങനെ എറിയാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ എറിയാൻ പോണം, അതുകൊണ്ട് ഈ കേസ് തീർത്തിട്ട് വേണം അടുത്ത കേസ് പിടിക്കാൻ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യം പറ. ഉടനെ കർത്താവ് പറഞ്ഞു, എറിഞ്ഞോ, ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പിന്നെ നമ്മൾ അവിടെ കാണുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മുതിർന്നവർ തുടങ്ങി, നല്ല പ്രായമുള്ള അച്ചായന്മാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മുതിർന്നവർ തുടങ്ങി എല്ലാവരും, ചെറുപ്പക്കാർ വരെ എല്ലാവരും കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി.
ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അവരെക്കുറിച്ച് നല്ല മതിപ്പാണ്. കാരണം എന്നാ, സത്യസന്ധരായിരുന്നു. പാപം ചെയ്തെന്ന് പബ്ലിക്കായിട്ട് സമ്മതിച്ചു. നമ്മളെങ്ങാനുമാണെങ്കിൽ സമ്മതിക്കുവോ? അയ്യോ, എറിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല. കാരണം ഭാര്യ പറയും, നിങ്ങളും അവളുടെ കൂടെ പോയി പാപം ചെയ്തു, ഇനി കഞ്ഞിയില്ല, ഇറങ്ങ്, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും. അതുകൊണ്ട് എറിഞ്ഞേ പറ്റൂ. എറിഞ്ഞ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് പറയലേ, എനിക്കറിയാം നീയും പാപം ചെയ്ത, കർത്താവ് പിടിക്കും. അപ്പൊ ഇതിന് രണ്ടിന് നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിൽ ഒരു കോംപ്രമൈസിന് പോകും. എന്താണ്, നമ്മൾ എറിയുന്ന പോലെയൊക്കെ ഒന്ന് കാണിക്കും, എന്നാൽ കൊള്ളിക്കത്തുമില്ല. ഭാര്യ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എറിഞ്ഞായിരുന്നു, നീ കാണാഞ്ഞിട്ട. കർത്താവ് പറഞ്ഞാൽ ചൊറയില്ല, കൊണ്ടില്ലല്ലോ, പിന്നെ എന്നാ പ്രശ്നം, നിനക്ക് എന്നാ പ്രശ്നം, ഞാനത് കല്ലിങ്ങും അത് ആഴെ ഇട്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മൾ. ഏതായാലും അവര് ഈ പരിപാടിക്കൊന്നും പോയില്ല, കോംപ്രമൈസിനൊന്നും പോയില്ല. അവര് കല്ലുകൾ താഴെ ഇട്ടിട്ട് അവരങ്ങ് പോയി. ഒരു കൂമ്പാരം കല്ലും ഈ സ്ത്രീയും കർത്താവും. അപ്പൊ ആ സ്ത്രീ ഓർത്ത്, ഇനിയിപ്പം കല്ല് റെഡിയാ, ഇവനിനി ഒറ്റയ്ക്ക് എന്നെ എറിയാൻ പോവാണോ? കാരണം ഇവൻ മാത്രമേ ഉള്ളൂ നിർമ്മലനായവൻ, അവൻ എന്നെ ഒറ്റയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാണോ? യഹൂദന്മാരുടെ നിയമം പാലിക്കാൻ പോവാണോ? അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വിമോചനാത്മകമായ ഒരു ചോദ്യം കർത്താവ് അവളോട് ചോദിക്കുകയാണ്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ എന്നല്ല ചോദിച്ചത്, ആരും നിന്നെ വിധിച്ചില്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെയൊക്കെ എത്രയോ പേര് വിധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? വിധിക്കപ്പെടുകയും വിധിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷം കണ്ടെത്തുന്നവരാ നമ്മൾ പള്ളിയിൽ വരുമ്പം ഒരു പെങ്കൊച്ചൊരു ഉടുപ്പിട്ടുകൊണ്ട് വന്നാൽ പോലും നമ്മളൊന്ന് വിധിക്കും. അവളത്ര ശരിയല്ല, അവള് കേമിയ, അല്ലെങ്കിൽ ഒരുത്തൻ അതുവഴി എന്തെങ്കിലും ചെയ്ത് നടന്നാൽ ഉടനെ നമ്മൾ വിധിക്കും. വിധിക്കലെന്ന് പറയുന്നത് നമ്മുടെ സഹജഭാവമാണ്, എല്ലാവരെയും വിധിക്കുക. പക്ഷേ നമ്മളെ ആരും വിധിക്കുന്നത് നമുക്ക് ഇഷ്ടവുമില്ല. അത് നല്ല കാര്യം. ഞങ്ങളെ ഒന്നും വിധിക്കാൻ പാടില്ല, ഞങ്ങൾ പക്ഷെ എല്ലാവരെയും വിധിക്കും. വിധിയാളന്മാരാണ് നമ്മൾ. ഏതായാലും അങ്ങനെ വിധി, ആരും നിന്നെ വിധിച്ചില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത്. ഉടനെ അവൾ പറഞ്ഞു, ആരും എന്നെ വിധിച്ചില്ല കർത്താവേ. അതെ, അവരങ്ങോട്ട് മാറട്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ വിധിക്കാൻ പോവാ. നീ ഇങ്ങനെ വല്ലതും കാണിക്കാവോ? എന്നതാ ഇത്? നീ യഹൂദകുലത്തിലെ ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ വൃത്തികെട്ട പരിപാടിയെല്ലാം കാണിച്ച് നടക്കുകയാണോ? കർത്താവ് വല്ലവും ചോദിച്ചോ? ഒരക്ഷരം പോലും കുറ്റപ്പെടുത്താതെ ആ സ്ത്രീയോട് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മൾ പറയും, കളഞ്ഞ്, അല്ലേ? ഒരു പഞ്ചില്ലാത്ത ഡയലോഗ്. നമുക്കൊക്കെയാണ് ഈ രണ്ട് പറഞ്ഞിട്ടെങ്കിലും വിട്ടാൽ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. നമുക്ക് വലിയ ഇഷ്ടമാണ് രണ്ട് പറഞ്ഞിട്ട്. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ വെറുതെ ആണുങ്ങളെ ചൂട് പിടിപ്പിക്കുന്ന ആണായിട്ട് രണ്ട് പറഞ്ഞിട്ടെങ്കിലും ആണുങ്ങളാന്ന് പറഞ്ഞു നടക്കുന്നത്, രണ്ട് പറയരുതോ എന്നൊക്കെയാണ്. ഈ പറഞ്ഞ് മുറിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് കേൾക്കാൻ. അപ്പോ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, പറഞ്ഞു, അവനിനി ജന്മത്തെ മുമ്പിൽ വരത്തില്ല. കാരണം അതുപോലത്തെ ഡയലോഗാണ് ഞാൻ കാച്ചിരിക്കുന്നത്. മുറിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ പൗരുഷത്തിന്റെ അടയാളമായിട്ട് കരുതുന്ന ഒരു കാലത്താണ് കർത്താവ് പറയുന്നത്, എന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തുകൊണ്ട് അവളെ വിധിച്ചില്ല? കാരണം കർത്താവിന് വിധിക്കാൻ അറിയില്ല. കർത്താവ് മുഴുവൻ കാരുണ്യമാണ്. നമുക്കത് വിശ്വസിക്കാൻ വലിയ പാടാ. കർത്താവ് ശിക്ഷിക്കൂ എന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, അത് വിശ്വസിക്കാനായിട്ടും എളുപ്പമാണ്. ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് എന്നോടൊരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, പിതാവേ, തമ്പുരാൻ നമുക്കിട്ട് പണി തന്നതാണോ കോവിഡ്? കാരണം ഇങ്ങനെ നെകളിച്ച് നടന്നപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്തിയതാണോ? കാരണം ഈ കർത്താവ് ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് നമുക്ക്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെ തൊടുപുഴയിൽ അനൗൺസ് ചെയ്യാണ്, ഈ കൺവെൻഷന് വരാത്തവരെ എല്ലാം കർത്താവ് ശിക്ഷിക്കാൻ പോകുന്നു. എന്റെ പൊന്നോ, ഇവിടെ ഈ 2-3 പന്തലിടേണ്ടി വരും, ജനമെല്ലാം വരും, അയ്യോ ശിക്ഷിക്കുവോ, പണി കിട്ടുവോ, മാതാവേ അനുഗ്രഹിക്കണേ. കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ, വരിക, സ്നേഹം നുകരുക. ആർക്ക് വേണം സ്നേഹം? അതാണ് നമ്മുടെ ഒരു ചിന്ത. ശിക്ഷ വിശ്വസിക്കാനായിട്ട് എളുപ്പമാണ്. ഈ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിലും, കൊച്ചു പിള്ളേരെ ഇച്ചിരി ശിക്ഷിക്കുന്നല്ല കേട്ടോ, പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്നാലേ അവർക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയാ, മോനെ നീ പഠിക്കടാ കൂട്ടാ, പഠിച്ചാൽ മാത്രമേ നിനക്ക് വളരാനാവെന്നൊക്കെ പറഞ്ഞാൽ അവൻ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോകും. പക്ഷേ 2 പൊട്ടിന് കൊടുത്ത് ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പഠിക്കും, അവന് കൃത്യം മനസ്സിലാവും. ശിക്ഷകളാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനായിട്ട് എളുപ്പം. സ്നേഹം വിശ്വസിക്കാൻ വലിയ പാടാ.
നമ്മളോടെല്ലാം അഗാധമായ സ്നേഹം ദൈവത്തിനുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ വലിയ പാടാ. പക്ഷെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അകാല മരണം ഉണ്ടായാൽ ആദ്യം ചോദ്യം എങ്ങോട്ടാ? ദൈവമേ, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ദൈവമാണോ ഇത് ചെയ്തത്? നമുക്ക് എന്തോ ഒരു ഉറപ്പാ ഇത് ദൈവമാ ചെയ്തത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ചോദ്യം ആരോടാ? ദൈവത്തോടാ. ദൈവമേ, നീ എന്നെ ഇങ്ങനെ കാണിക്കുക, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എന്താ ഇത് സാധിച്ചു തരാത്തത്? നീ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ഒത്തിരി തടസ്സങ്ങൾ വരുന്നത്? എല്ലാം ചെയ്യുന്നത് ആരാണ്? തമ്പുരാനാണ്. തമ്പുരാന്റെ പരിപാടിയാണ് നമ്മൾ നേരെ നടക്കുമ്പം ഒരു വിലങ്ങനെ ഒരു തടി അങ്ങോട്ട് ഇടുക, തടസ്സപ്പെടുത്തുക. നമ്മളൊരു ബിസിനസ് നടത്തുമ്പം അത് പൊളിച്ചു കൊടുക്കുക. ഇതൊക്കെ കർത്താവിന്റെ പണിയാണോ? ഒന്നുമല്ല. പക്ഷെ എന്നിട്ടും നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നവനാണ്, കരുണ കാട്ടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, പുറകെ നടന്ന് സ്നേഹിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പാപിനിയായ സ്ത്രീ പിറ്റേ ദിവസവും പോയി പാപം ചെയ്തു എന്ന് വിചാരിക്കും. അവക്കറിയാവുന്നല്ലേ അവള് ചെയ്യത്തുള്ളൂ. അവള് പിറ്റേ ദിവസവും പോയി പാപം ചെയ്തു. പിറ്റേ ദിവസം യുവന്മാർ പിടിച്ചു. പിടിച്ചിട്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും. ഇന്നലെ നീ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ വിട്ടു, ഇന്ന് ഇവളെ എറിഞ്ഞിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് പറ, ഈശോ എന്തു പറഞ്ഞേനെ? ഈശോ അത് തന്നെ പറഞ്ഞേനെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക മോളെ, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, ഇനിമേൽ പാവം ചെയ്യരുത്. കാരണം എന്താ? കർത്താവിന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ചുമ്മാ തോന്നിവാസമല്ലേ? കർത്താവ് ശിക്ഷിക്കത്തൊന്നുമില്ല, സ്നേഹിക്കത്ത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ എല്ലാവരും തോന്നിവാസം ജീവിക്കാമല്ലോ. അതിന്റെ ഒന്നാമത്തെ ഉത്തരം, പ്രിയപ്പെട്ടവരെ, ഒന്ന്, കർത്താവിന്റെ സ്നേഹം ഒരു തുള്ളിയെങ്കിലും അനുഭവിച്ചവൻ വഴിവിട്ട് ജീവിക്കത്തില്ല. കാരണം ആ സ്നേഹം വിട്ടു പോകാൻ അവൻ ആഗ്രഹിക്കത്തില്ല. സ്നേഹിച്ച് നേടുന്നവനാണ് ദൈവം, ശിക്ഷിച്ച് നേടുന്നവനല്ല. സ്നേഹിച്ച് നേടുന്നവനാണ് ദൈവം. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹം ഒരല്പം, ഒരു ഇത്തിരി അനുഭവിച്ചവൻ കർത്താവിനെ വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. അവര് കർത്താവിന്റെ ആ വലിയ കൃപയിലായിരിക്കും.